ഞാൻ ഉണ്ടാക്കാനായിട്ട് പോണത് വിൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് വാൾ പോസ്റ്റേഴ്സാണ്. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള കാർഡ്സും ഒരു ബ്രൗൺ പെയിൻറ്റും ആണ്. അപ്പോൾ ഇതുപോലൊരു കാർഡ് എടുക്കുക. ആദ്യം നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കൗ ഡോട്ട്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ബ്രൗൺ കളറിൻ്റെ ഷെയ്ഡ്സ്. അത് നമ്മൾ എത്രത്തോളം ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യുന്നു അത്രത്തോളം അത് ലൈറ്റ് ആവും, എത്രത്തോളം വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു അത്ര അത് ഡാർക്ക് ആവും. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ കൗ ഡോട്ട്സ്. ഇനി അടുത്ത പേപ്പറിൽ നമുക്ക് ഹേർട്സ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്യാം. ഇത് ഞാൻ കുറേ പിൻട്രസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്നുള്ള ഡിസൈൻസ് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ ഗൂഗിളിൽ നിന്നുള്ള ഇൻഫോർമേഷൻസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊരു 6 എണ്ണമാണ് ചെയ്യണത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ഹേർട്സിൻ്റെ ഒരു ഡിസൈനായി. ഇനി അടുത്തത് ഒരു ബൊഹോ സ്റ്റൈലുള്ള ഒരു ആർട്ടാണ്. 2 കോർണേഴ്സും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആർച്ചസാണ് വരക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് നമുക്ക് ലൈറ്റ് ആക്കാം, വെള്ളം ചേർക്കാതെ ഡാർക്ക് ആക്കാം, അങ്ങനെ ആർച്ചസ് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് വാളൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നമുക്ക് പോസ്റ്റേഴ്സായിട്ട് സെറ്റ് ഓഫ് പോസ്റ്റേഴ്സ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങാൻ പറ്റും. ബട്ട് ഇപ്പം ഇങ്ങനത്തെ റെക്റ്റാങ്കുലർ പീസസ് കണ്ടപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ പീസസ് കട്ടിയില്ലാത്ത കാർഡ്ബോർഡ്സ് ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ഇതുപോലെ ലീഫാണ്. ലീഫ് ഉണ്ടാക്കി അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബ്രൗൺ കളറായിട്ടുള്ള കാർഡ്ബോർഡ് ഉണ്ടാക്കിയെടുത്തു. അത് കഴിഞ്ഞാൽ കുറച്ച് കോട്ടായിട്ട് ഞാൻ ലവ്ഡ് എന്ന് എഴുതി കൊടുത്തൊരു ഹേർട്ടും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഉണ്ടാക്കുന്നത് വേറൊരു കോട്ടാണ്. അപ്പോൾ റെയിൻബോയും ഇങ്ങനെ ട്വിങ്കിൾ ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ വരച്ചു കൊടുത്ത് ഫോക്കസ് ഓൺ ഗുഡ് എന്ന് എഴുതി കൊടുത്തു. ഇത് ഞാൻ പണ്ടുണ്ടാക്കിയ പേപ്പേഴ്സിന് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സാണ്. അപ്പോൾ ഞാനിതിൽ പിൻട്രസ്റ്റ് അതുപോലെ തന്നെ ഗൂഗിളും നോക്കിയിട്ടൊക്കെയാണ് അന്നും ഉണ്ടാക്കിയത്. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇത്രയും ഉള്ള പോസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പോസ്റ്റേഴ്സ്. ഇനി നമുക്കിത് വാളിലേക്കൊക്കെ സ്റ്റിക്ക് ചെയ്യാനും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ദിസ് ഈസ് ലിറ്റിൽ ലില്ലി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.